ഈശ്വര പ്രാർത്ഥന ഈ ലോകത്തെ പല വിധത്തിലും ദൈവത്തിൻ്റെ പാതാരബിന്ദങ്ങളോട് ചേർക്കുന്ന പൊന്നിൻ ചങ്ങലയത്രേ എന്ന പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ വാക്കുകളെ സ്മരിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനാ ഗാനത്തിനായി MGOCSM ഹയർ സെക്കൻഡറി കലാമേളയിൽ സമൂഹഗാനത്തിന് 1ാം സ്ഥാനം നേടിയ ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ ക്ഷണിച്ചുകൊള്ളുന്നു. സഭയുടെ അഭിമാനമായ വടവുകോട് രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും MGOCSM അസോസിയേറ്റ് സെക്രട്ടറിയുമായ ശ്രീമതി സിമി റോയ് സൂസനെ ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭ്യുന്യ കാതോലിക്ക ബാവ തിരുമനസ്, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠരെ, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. കാലങ്ങൾക്ക് അതീതനായി ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്ന പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് MGOCSത്തിൻ്റെ സ്ഥാപക ദിനത്തിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നുകൊള്ളട്ടെ. ഈ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അഭിമന്യ സക്കറിയ മാർ തെയോഫിലോസ് മെത്രാപ്പോലിത്ത, ഓരോ പുഷ്പവും ഈ ലോകത്തേക്ക് വിരിയുമ്പോൾ കൊഴിഞ്ഞുപോയ ഇന്നലകളും വരുവാനിരിക്കുന്ന നാളുകളുമല്ല, വിരിയുന്ന ഇന്നുകളാണ് പ്രധാനമെന്നും വിരിയുന്ന ഇന്നുകളിൽ ആ പുഷ്പം ആരോടൊപ്പം എവിടെയായിരിക്കണമെന്ന് ഉടയതമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവനിയോഗത്താൽ ഇന്ന് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാകുവാൻ ദൈവം അനുവദിച്ച അഭിമന്യ പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് സക്കറിയ മാർ തെയോഫിലോസ് മെത്രാപ്പൊലീത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം പ്രഭാപൂരിതമാക്കാനായി ഇന്ന് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത് പൗരസ്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തവുമായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട്. തീർച്ചയായിട്ടും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സഭയെ സധൈര്യം മുന്നോട്ട് നയിക്കുവാൻ നമ്മോടൊപ്പമുള്ള അഭിമന്യ ബാവ തിരുമനസ്സിനെ ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് മുഖ്യ സന്ദേശം നൽകുവാൻ എത്തിയിരിക്കുന്നത് ശ്രീ ബെന്യാമീൻ അവറുകളാണ്. ധാരാളം എഴുത്തുകൾ കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥിരചലനം തുടർചലനം സൃഷ്ടിച്ച എഴുത്തുകാരൻ.
ആടുജീവിതം എന്ന ഒറ്റ കഥ കൊണ്ട് യുവജനങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കിയ എഴുത്തുകാരൻ. പട്ടത്തുവിള കരുണാകരൻ ട്രസ്റ്റ് തെരഞ്ഞെടുത്ത കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ. പ്രവാസി ലോകത്തു നിന്നും അനവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ സാഹിത്യകാരൻ. അദ്ദേഹത്തിന് വിശേഷണങ്ങൾ ഒരുപാട്. ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് കാതോർക്കാം. ഒപ്പം ഈ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ സ്നേഹാദരമായി സ്വാഗതം ചെയ്യുന്നു. MGOCSM പ്രസ്ഥാനത്തിന് ചൂട് നൽകി അതിനെ ബൗദ്ധിക മികവാർന്ന ഒരു തലമുറയെ ആത്മീയ പരിവർത്തനത്തിലൂടെ നന്മയുടെ സന്ദേശത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിരിക്കുന്ന വർഗീസ് അച്ഛൻ, അച്ഛനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. MGOCSന്റെ സീനിയർ പ്രസിഡന്റ് ബഹുമാന്യനായ ജോൺ മാത്യു സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. MGOCSM ട്രഷറർ ശ്രീ ഐസക് ബി എബ്രഹാം അവരുകളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ എക്കാലവും ആദരിക്കുവാൻ MGOCSM തയ്യാറായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ന് നമുക്ക് ആദരം നൽകാനായി, നമ്മുടെ ആദരം സ്വീകരിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് കോട്ടയം ബെസേലിയസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട് സാറ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ജോർജ് വർഗീസ് സാർ, ഡോക്ടർ ബിനോയ് തോമസ് സാർ, മേജർ ഡോക്ടർ വിവേക് മാത്യു ഫിലിപ്പ്, ശ്രീമതി ലത അലക്സാണ്ടർ, മിസ്റ്റർ റിജോ മാത്യു ജോസഫ്, മിസ്റ്റർ മാത്യു ചെറിയാൻ, കുമാരി റിൻഡു തോമസ്, കുമാരി സ്നേഹ മേരി മാത്യു, മാസ്റ്റർ സച്ചിൻ വർഗീസ് മാത്യു എന്നിവരാണ്. ഇവരെ എല്ലാവരെയും ഹാർദമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശക്തി എന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ്. ഇതിൻ്റെ പ്രവർത്തകരായി ഈ സ്റ്റേജിൽ ഇരിക്കുന്ന അസോസിയേറ്റ് സെക്രട്ടറി ശ്രീ വിൽസൺ സാറ്, സ്റ്റുഡൻസ് വൈസ് പ്രസിഡന്റ് കുമാരി ചിഞ്ചു സാറ സെക്കരിയ, സ്റ്റുഡൻസ് സെക്രട്ടറി ജോർജ് ജോസഫ് കരികയിൽ, കുമാരി നിസി അന്ന മാത്യു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇവരെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. MGOCSന്റെ ഏറ്റവും വലിയ പ്രത്യേകത MGOCSന്റെ ആനുവൽ കോൺഫറൻസ് ആണ്. 105ാമത് ആനുവൽ കോൺഫറൻസിന് കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബഹുമാനായ കറികയിൽ ജോസഫ് കോർപ്പിസ്കോപ്പ അച്ഛനാണ്. വന്യവൈദികനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 5 വർഷക്കാലം MGOCSനെ നെഞ്ചോട് ചേർത്ത് ചോരയും നീരും നൽകി വളർത്തിക്കൊണ്ടുവന്ന ബഹുമാന്യരായ ഒരുപാട് പ്രവർത്തകർ MGOCSനുണ്ട്. ഈ സദസ്സിനെ ധന്യമാക്കുന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. MGOCSന്റെ സജീവ സാന്നിധ്യം എന്നത് ഇടവക തലങ്ങളിലും സ്ഥാപനങ്ങളിലുമായിരിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ എറമ്പാശന്മാര്, എപ്പിസ്കോപ്പമാര്, വൈദികര്, കന്യാസ്ത്രീകള്, വിവിധ സ്ഥാപനങ്ങളുടെ മേധാവികള്, അധ്യാപകര്, അനധ്യാപകര്, മാതാപിതാക്കള്, ഇവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഓരോ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ ലോകത്തിനു മുമ്പിൽ എത്തിക്കുന്നത് ലോകത്തിൻ്റെ മൂന്നാം കണ്ണായ മാധ്യമങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ദൗത്യമായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഹാർദമായി സ്വാഗതം ചെയ്യും. MGOCSM എന്ന പ്രസ്ഥാനത്തിൻ്റെ സജീവ സാന്നിധ്യമായിരിക്കുന്നത് ലോകത്തിൻ്റെ തന്നെ വിവിധ സ്ഥാനങ്ങളിലായിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളാണ്. തീർച്ചയായിട്ടും ലോകത്ത് എവിടെയായിരുന്നാലും കാലിടറാതെ സഭയോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള ഒരു തലമുറയാക്കി ഇവരെ കൊണ്ടുപോകാൻ MGOCSന്റെ മാസ്മര ശക്തിക്ക് കഴിവുണ്ട് എന്നതാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ MGOCS ഇതുവരെ നയിക്കുവാൻ കരുണ കാണിച്ച ദൈവം തമ്പുരാൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം ഈ പ്രസ്ഥാനം മേൽക്കുമേൽ മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ടും എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. MGOCSന്റെ അസോസിയേറ്റ് സെക്രട്ടറിയായ ശ്രീമതി സിമി റോയി ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആരാധന, പഠനം, സേവനം എന്നീ MGOCSന്റെ അടിസ്ഥാന തത്വങ്ങളെ എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാം എന്നതിന് ഉത്തമമായ മാതൃകയാണ് MGOCSന്റെ ബിഷപ്പ് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അഭിവന്യ ഡോക്ടർ സഖറിയ മാർ തെയോഫിലോസ് തിരുമേനി. ആരാധനാ പഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയ അഭിവന്യ തിരുമസ് സേവനത്തിലും ഒരു ഡോക്ടറിനെ പോലെ തന്നെയാണ്.
MGOCSന്റെ പൂർണ്ണ പ്രവർത്തകനായി പ്രവർത്തിച്ച അഭിവന്യ തിരുമേനി, MGOCSന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ കെയ്റോ പ്രോജക്റ്റ്, സെന്റിനറി പ്രോജക്റ്റ്, ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ, ടോട്ടൽ എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് എന്നിങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ ഒരു പുതിയ ദിശയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. As His Grace used to say, the color and the smell of His blood is that of MGOCSM. He is another proud product of the student movement. I welcome His Grace Dr. Zachariah Mar Theophilus, the Bishop Vice President of MGOCSM, for his presidential address. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ബാബാ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സാന്നിധ്യം കൊണ്ട് ഈ സ്റ്റേജിനെ അലങ്കരിക്കുന്ന വിശിഷ്ടാതിഥികളെ, അധ്യാപക, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സാന്നിധ്യം കൊണ്ട് ഈ ഹോൾ നിറഞ്ഞിരിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, എല്ലാവർക്കും സ്നേഹത്തിൻ്റേതായ ആശംസകൾ. ഇത് ബോംബെ ഭദ്രാസനാധിപനും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റുമായ അഭിവന്യ ഗീവറീസ് മാർ കൂർലോസ് തിരുമേനി വഹിക്കേണ്ടതായ ഒരു സീറ്റിലാണ് തൽക്കാലത്തേക്ക് ഞാൻ ഇരിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും ഭദ്രാസനത്തിലെ ചില ഫാമിലി കോൺഫറൻസുകളും പൂനെയിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് തിരുവേനിക്ക് വന്നു ചേരാൻ സാധിക്കില്ല. തിരുവേനിയുടെ ആശംസകളൂടെ അറിയിക്കണമെന്ന് പറഞ്ഞു ആദ്യമേ ആശംസ അറിയിക്കുകയാണ്. പൂജയുടെ അവധിയായതുകൊണ്ടാണ് ഈ നവംബർ 2 ഇങ്ങനൊരു പ്രയാസം വന്നിരിക്കുന്നത്. പരിശുദ്ധ ബാബാ തിരുമേനി അത് ഓർപ്പിക്കുകയുണ്ടായി. ഏതായാലും തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഒരു ക്യാൻസർ രോഗിയാണ്. ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഡോക്ടേഴ്സ് വിധി എഴുതി പോസ്ട്രേറ്റ് ക്യാൻസർ എന്ന് പറയുന്ന ക്യാൻസർ, ഉഴപ്പനാണ്, ക്യാൻസറിൻ്റെ വീട്ടിലെ ഉഴപ്പനിലൊന്നാണ് പോസ്ട്രേറ്റ്. അതിൻ്റെ 4ാമത്തെ സ്റ്റേജിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ളതായൊരു സത്യമോ കിംവദന്തിയോ പരന്നോ അവർ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റായിട്ടൊന്നും ചെയ്തില്ല. പാലിയേറ്റീവായിട്ട് റേഡിയേഷൻ തന്നു. 1 മാസം കീമോയുടെ ഒരു ഗുളിക കഴിച്ചു. 3 മാസത്തിലൊരിക്കൽ ലുപ്രോൺ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ, ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഇവിടുന്ന് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെയും ബോംബെ ടാറ്റ ഹോസ്പിറ്റലിൽ പോയി. അവർ പരിശോധിച്ചിട്ട് അവർ പറഞ്ഞത് പോസ്ട്രേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, അവിടെ നിൽക്കട്ടെ, വേറൊരു ക്യാൻസറുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം എന്ന് പറഞ്ഞു. അത് L3 എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു പൊട്ടലുണ്ടായി അവിടെ വന്നിരിക്കുന്നൊരു ക്യാൻസറാണ്. അത് റേഡിയേഷൻ കൊണ്ട് രോഗം മാറ്റാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം ഈ പോസ്റ്റേറ്റ് ക്യാൻസറിന് ഏതാണ്ട് 4ാം സ്റ്റേജിൽ എത്തിയെന്ന് അമേരിക്കക്കാർ പറഞ്ഞതായി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുവാനായിട്ട്. അമേരിക്കയിൽ വെച്ച് അത് പരിശോധിച്ചപ്പോൾ PSA എന്ന് പറയുന്നത് 10.8 ആയിരുന്നു. ഇപ്പം നോക്കിയാൽ എൻ്റെ PSA 0.184. അതായത് 10.8 ആയിരുന്നതായ PSA 100ൽ 1 കുറയ്ക്കുവാൻ 0.184 കുറയ്ക്കുവാൻ സാധിച്ചത് ഈ സഭയുടെ പരിശുദ്ധ ബാബാ തിരുമേനിയുടെ സഹോദര മെത്രാപ്പോലീത്തന്മാരുടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ജനുവരി ഫെബ്രുവരിയിൽ റേഡിയേഷൻ വേണ്ടതാണ്. ഒരുപക്ഷെ റേഡിയേഷൻ പോലും ഇല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കാം. ദൈവത്തിൻ്റെ ആഗ്രഹത്തിനെതിരെ നിൽക്കുന്നില്ല. ഏതായാലും ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമൂഹത്തോടുള്ളതായ സ്നേഹവും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാമിനോട്
ഒരു യുവാവ് ഒരു ചോദ്യം ചോദിച്ചു, ഹേ സാർ, ആർ യു ഹാൻസം? അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടാൽ, മുടിയെല്ലാം കണ്ടാൽ നമ്മൾ ഷാരൂഖ് ഖാൻ കഴിഞ്ഞാൽ പിന്നുള്ള മാർക്ക് കൊടുക്കുന്ന പുള്ളിക്കായിരിക്കും. അപ്പം കളിയാക്കി ചോദിച്ചതല്ല, പക്ഷേ ഏതാണ്ട് വെച്ചുകൊണ്ടാണ് ചോദിച്ചത്, ഹാ സാർ, ആർ യു ഹാൻസം? അദ്ദേഹത്തിൻ്റെ മറുപടിയാ ഇതാണ്, ഐ ആം നോട്ട് ഹാൻസം, ബട്ട് ഐ ക്യാൻ ഗീവ് മൈ ഹാൻഡ് ടു സം ഹു ആർ ഇൻ നീഡ്. ആവശ്യത്തിലിരിക്കുന്നവൻ എൻ്റെ കൈ കൊടുക്കുക, അതാണ് എൻ്റെ സൗന്ദര്യം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും സൗന്ദര്യം അതായിരിക്കട്ടെ. ഐ ആം നോട്ട് ഹാൻസം, ബട്ട് ഐ ക്യാൻ ഗീവ് മൈ ഹാൻഡ് ടു സം ഹു ആർ ഇൻ നീഡ്. നിങ്ങളുടെ സഹപാഠികളുടെ, നിങ്ങളുടെ അയൽക്കാരുടെ വേദന ഒപ്പിയെടുക്കുവാൻ നിങ്ങളുടെ കരങ്ങൾ നീങ്ങുന്നുവെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹകരമായി തീരും. അങ്ങനെ നിങ്ങളുടെ കരങ്ങൾ പരിശുദ്ധമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ കരങ്ങൾ ഈ സഭയെ താങ്ങുവാനായി, ഈ സഭയ്ക്ക് ആവശ്യമായ സ്നേഹവും വാത്സല്യവും അതിനുപരിയായി ഈ സഭ എൻ്റെ സഭയാണെന്നുള്ള ചിന്തയിലൂടെയുള്ളതായ പ്രവർത്തനവും ആവശ്യമാണ്. കലാലയങ്ങളിലൂടെ പോകുമ്പോൾ സഭയെ മറക്കാം, ദൈവത്തെ മറക്കാം. വിദ്യാർത്ഥികളോട് എന്നും പരിമലത്തിരുമേനി ഇടവുകൾ സന്ദർശിക്കുമ്പോൾ പറയുന്നൊരു വാക്യമുണ്ട്, ദൈവഭയമില്ലാത്തവരുമായി കൂട്ടുകൂടരുത്. ദൈവഭയമില്ലാത്തവരുമായി കൂട്ടുകൂടിയാൽ നിങ്ങളും ദൈവഭയമില്ലാത്തവരായി തീരും. ദൈവഭയമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുവാനായി പരിശുദ്ധ തിരുമേനി തുടങ്ങിയതായ പ്രവർത്തനം ശക്തീകരിക്കുവാൻ നിങ്ങളുടെ ഒരു കരം ഈ സഭയ്ക്ക് വേണ്ടി കൊടുക്കണമേ. ഇതിനെ ശക്തിപ്പെടുത്തണമേ. കഴിയുമെങ്കിൽ ഈ സൈഡിലിരിക്കുന്ന വിദ്യാർത്ഥിനികളോട് നിങ്ങളൊന്നും ഈ സഭയുടെ സ്വത്തായിരിക്കണം, സമ്പത്തായിരിക്കണം. കലാലയങ്ങളിലൂടെ പോകുമ്പോൾ മറ്റ് ജാതിക്കാർ നിങ്ങളെ ചൂണ്ടയിട്ട് വീശുവാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതായ ആപത്തിലേക്ക് ചാടി സഭയെ മറന്ന്, വിശ്വാസം മറന്ന്, സഭയ്ക്കിതരായി തീരാതിരിക്കുവാൻ ഈ ഖബറിങ്കൽ വെച്ചൊരു പ്രതിജ്ഞ കൂടി എടുത്തിട്ട് പോകണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക. പരിശുദ്ധ പൗലോസ്ലിയ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായം 37-ാം വാക്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നത്, നിങ്ങളെ സ്നേഹിച്ചവൻ ക്രിസ്തുവാണ്. സ്നേഹിക്കുന്നവൻ്റെ പിന്നാലെ പോകുമ്പോൾ സ്നേഹിച്ചവനെ മറന്നു പോകേണ്ടതായ ഗതികേടുണ്ടാകും. സ്നേഹിച്ച ക്രിസ്തുവിനെ, സ്നേഹിച്ച സഭയെ, സ്നേഹിച്ച മാതാപിതാക്കളെ മറക്കാതെ നിങ്ങളുടെ കൈകൊണ്ട് ഈ സഭയെ താങ്ങുവാനായി, മറുകൈ കൊണ്ട് സാധുക്കളെ താങ്ങുവാനായി ഇടയാകുന്ന നല്ലൊരു അവസരം, നല്ലൊരു അനുഭവം, നല്ലൊരു ജീവിത ശൈലി, നല്ലൊരു ജീവിത വിശുദ്ധി സ്വായത്തമാക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അഭിവന്യ തിരുമേനിയുടെ വിലയേറിയ വാക്കുകൾക്ക് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അദ്ദേഹത്തിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊള്ളുന്നു. MGOSISM ഹയർ സെക്കൻഡറി കലാമേളയിൽ സംഗീത മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയ പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി പ്രിയപ്പെട്ട ഷിബിൻ ഈശോയെ ഒരു ഗാനം ആലപിക്കുന്നതിനായി സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പുഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം.
തിരുഹൃദയത്തിൻ മുൻപിൽ തിരുവചനം പകരാൻ അരികിൽ നീ വന്നിരുന്നു. അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. തിരുവചനം പകരാൻ അരികിൽ നീ വന്നിരുന്നു. അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. ഇരുളിൻ്റെ പാത തേടി അലയവേ ഞാനറിഞ്ഞു മനസുഖമൂദൂരെ എവിടെയോ പോയി മറഞ്ഞു. തിരുവഴിയേശുനാഥ നിന്റെ നാമമൊന്നു മാത്രം. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നിരുപമ സ്നേഹം നൽകൂ. തിരുഹൃദയത്തിൻ മുൻപിൽ മനോഹരമായ ഷിബിൻ ഈശോയുടെ ഗാനങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. മലങ്കര സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിൽ നിന്ന് മലങ്കര സഭയ്ക്ക് ലഭിച്ച 3 പ്രധാന മേൽപ്പട്ടക്കാരിൽ മൂന്നാമനായ പരിശുദ്ധനായ ബസേലിയോസ് മർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ MGOCSത്തിൽ പ്രവർത്തിച്ച പിന്നീട് MGOCSന്റെ ട്രിവാൻഡ്രം, കോട്ടയം, ഭദ്രാസന സ്റ്റുഡൻറ് സെൻ്ററുകളുടെ വാർഡനായും പ്രവർത്തിച്ചതിന് ശേഷം MGOCSM ബിഷപ്പ് വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിച്ച പരിശുദ്ധനായ സെൻറ് തോമസിൻ്റെ ശ്രൈഹിക സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന മലങ്കര മെത്രാപ്പൊലിത്ത പരിശുദ്ധ ബസേലിയോസ് മർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ MGOCSത്തിൻ്റെ ബിഷപ്പ് വൈസ് പ്രസിഡൻറ്റും മലബാർ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനും ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അധ്യക്ഷവേദിയിലെ പിതാവുമായിരിക്കുന്ന ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് തിരുമേനി, MGOCSൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട വർഗീസ് അച്ഛൻ, ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുവാൻ തക്കവണ്ണം സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സഭയുടെ അഭിമാനപുത്രനും അറിയപ്പെടാത്ത എന്ന് കരുതപ്പെടാവുന്ന അതേസമയം ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന സാഹിത്യകാരനുമായിരിക്കുന്ന പ്രിയപ്പെട്ട ബെന്യാമിൻ. അദ്ദേഹം ആരാണെന്ന് ഇപ്പോഴൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഒരു സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ചില രത്നങ്ങളും മുത്തുകളും ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയും കൂടിയാണ്. മറ്റേ അധ്യക്ഷ വേദിയിൽ ഇരിക്കുന്ന MGOCSത്തിൻ്റെ നടത്തിപ്പുകാരെ, വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, MGOCSത്തിൻ്റെ വേദിയിൽ നിന്ന് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് എനിക്കെന്നെ യാതൊരു രൂപരേഖയുമില്ല. MGOCSത്തിന് 105 വർഷം പഴക്കമുണ്ട്. MGOCSത്തിന് പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമം ചാർത്തപ്പെട്ടിട്ട്
40-ഉം 42-ഉം 10-ഉം 52-ഉം 3-ഉം 55 ഒരു 60 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് MGOCSത്തിന്റെ പരിശുദ്ധ പരിമള തിരുമേനി നാമം ചാർത്തപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാലും MGOCSത്തിന്റെ തായ്വേര് എന്ന് വിളിക്കപ്പെടാവുന്ന സംഘടന ആരംഭിച്ചിട്ട് 105 വർഷമായി. 1908-ലാണ് അത് ആരംഭിക്കുന്നത്. സഭയുടെ യോജിപ്പ് 1958 വന്നതിന് ശേഷമാണ് പരിമള തിരുമേനി നാമം ഇതിനെ തുന്നിപ്പിടിപ്പിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. MGOCSത്തിന്റെ ഈ സമ്മേളനത്തിനും വേണമെങ്കിൽ ഒരു 100 വർഷത്തെ പഴക്കമുണ്ട്. അതിൻ്റെ പേരുമാറ്റമൊക്കെ എങ്ങനെയെങ്കിലും ആകട്ടെ. മാമോദിസ മുക്കുമ്പോൾ ഒരു പേരെടുക്കും, അച്ഛനാകുമ്പോൾ വേറൊരു പേരിടും, പത്രാജനാകുമ്പോൾ വേറൊരു പേര് വരും, കാതോലിക്കാകുമ്പോൾ മറ്റൊരു പേര് വരും. പക്ഷെ ആളൊന്നാണ്, ഇതിൻ്റെ കണ്ടന്റ് ഒന്നാണ്. ആ അർത്ഥത്തിൽ MGOCS തന്നെ 105 വർഷവും പരിമള തിരുമേനിക്ക് പേര് അത്രയും വർഷം ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെട്ടാലും അതൊരു അസത്യമാകുകയില്ല. സാങ്കേതികമായി വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും അതിമനോഹരമായ മുദ്രാവാക്യങ്ങളാണ് MGOCSത്തിന് ഉള്ളത്, സംശയമൊന്നുമില്ല. ഇത് MGOCSത്തിന്റെ മാത്രം മുദ്രാവാക്യമായി പരിമിതപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മലങ്കര സഭയുടെ മുഴുവനും മുദ്രാവാക്യമാണ്. എന്താണ്? ആരാധനയും പഠനവും പിന്നെ സേവനവും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആപ്തവാക്യം. ആ ആപ്തവാക്യം ഇവിടെ എങ്ങനെ നടപ്പിൽ വരുത്തണം എന്നൊക്കെ MGOCS ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാതിരുന്നുകൂടാ. അഭിവന്യ പ്രസിഡന്റ് തിരുമേനി ഇന്ന് ബോംബെയിലെ MGOCSത്തിന്റെ ഏതോ മീറ്റിംഗ് സംബന്ധിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിവന്യ തിയോഫിലോസ് തിരുമേനിയുടെ സാന്നിധ്യം ഇന്ന് വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് വൈകിട്ട് അദ്ദേഹം ബോംബെക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചൊക്കെ നിങ്ങളോട് വളരെ വിശദമായി പറഞ്ഞു. പറഞ്ഞത് എത്ര പേർക്ക് എനിക്കൊന്നും മനസ്സിലായില്ല മുഴുവനും, കുറേയൊക്കെ നമ്മൾ ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ള കടമ. മുൻകാലങ്ങളിലെ പരിശോധിച്ച് നോക്കുമ്പോൾ CM സ്റ്റീഫനും PC അലക്സാണ്ടറും ഒക്കെ സംസാരിച്ചൊരു വേദിയാണ് ഇത് എന്ന് ഓർക്കണം. അത്ര ഗാംഭീര്യമുള്ളൊരു വേദിയാണ് MGOCSന്റെ ഏത് വേദിയും. അത് അത്ര നിസ്സാരമായിട്ട് നമുക്ക് കണക്കിലാക്കാൻ പാടില്ല. MGOCS മോൾഡ് ചെയ്ത വിശ്വപ്രസിദ്ധരായ അനേകരുണ്ട്, രൂപപ്പെടുത്തിയെടുത്തത്. MGOCS രൂപപ്പെടുത്തിയ അനേക വിശ്വപ്രസിദ്ധന്മാരിൽ ഒരാളാണ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. ആ തലത്തിൽ കിടപിടിക്കാവുന്ന ആളുകൾ പലരുമുണ്ട്. പത്തനാപുരത്തെ വലിയ തിരുമേനിയും അതുപോലെ അന്നത്തെ പിതാക്കന്മാരുമൊക്കെ MGOCSത്തിലൂടെ രൂപം പ്രാപിച്ചു വന്ന മഹൽ വ്യക്തിത്വങ്ങളാണ്. എനിക്ക് പറയാനുള്ളത് MGOCSത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് MGOCSത്തിന്റെ അംഗങ്ങളോടല്ല, വലയിൽ കിടക്കുന്ന MGOCS അംഗങ്ങളെക്കാൾ വലയിലായിരിക്കേണ്ട കുറേ പേരുണ്ട്. അവരോട് ആരാണ് പോയി പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളൊക്കെ MGOCS വലയത്തിനുള്ളിൽ ചരിക്കുന്നവരാണ്, നിങ്ങളാരും നഷ്ടപ്പെടുന്നവരല്ല. എന്നാൽ MGOCSത്തിന്റെ വലയ്ക്കകത്ത് ചേർന്ന് വരേണ്ട, കടന്നു വരേണ്ട ഒത്തിരി പേരുണ്ട്. അവരാരും നമ്മുടെ ഈ പ്രസംഗം കേൾക്കുന്നില്ല. അവരെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അന്വേഷിക്കുന്നുണ്ടോ എന്ന് നടത്തിപ്പുകാർ പറയും. പക്ഷേ ആ അന്വേഷണം അത്ര തൃപ്തികരമാണോ എന്നുള്ളത് നാം പരിശോധിച്ച് നോക്കേണ്ടത്. ഇത് ഞാൻ പറഞ്ഞത്, നമുക്ക് മലങ്കര സഭയ്ക്ക് ഏറ്റവും അധികം നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള നമ്മുടെ കുട്ടികളാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അവരാണ് വലയ്ക്ക് പുറത്തുണ്ട് എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് വലയ്ക്കകത്താക്കാൻ, MGOCS വലയ്ക്കകത്താക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മുഖമുദ്രയായിട്ട് നമ്മൾ എടുക്കേണ്ടതെന്നാണ് എൻ്റെ വിചാരം. നമ്മൾ MGOCS മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ 600 കുട്ടികളെത്തി, 700 കുട്ടികളെത്തി, അതിൽ കാതോലിക്ക ബാവ ഉണ്ടായിരുന്നു, മറ്റേ തിരുമേനി ഉണ്ടായിരുന്നു, ഇന്നയാളുണ്ടായിരുന്നു എന്നൊക്കെ എഴുതാമെങ്കിലും ഈ വൃത്തത്തിനുള്ളിൽ ആയിരിക്കേണ്ട എത്ര പേര് പുറത്തേ നിൽക്കുന്നുണ്ട് എന്ന് അന്വേഷിച്ചറിയുവാനുള്ള ഒരു ഉത്തരവാദിത്വം മലങ്കര സഭയ്ക്കുണ്ട്, MGOCSനുണ്ട്. ഇത് വളരെ സുപ്രധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പലപ്പോഴും വലയ്ക്കകത്ത് കിടക്കുന്നതിനെ മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ, വലയ്ക്ക് പുറത്തുള്ളതിനെ കുറിച്ച് നമുക്ക് അന്വേഷിച്ചുകൂടാ. ഈ പ്രതിസന്ധി MGOCSത്തിൽ മാത്രമല്ല, മലങ്കര സഭയിൽ മുഴുവനുമുള്ളതാണ്. മറ്റ് പല ന്യൂ ജനറേഷൻ സഭകളിൽ നിന്ന് പൗരാണിക സഭകളുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് വലയ്ക്കകത്തുള്ളവരെ അന്വേഷിക്കുന്ന കാര്യം മാത്രമാണ് നാം കൂടുതൽ ശ്രദ്ധിക്കുന്നത്. വലയ്ക്ക് പുറത്തുള്ള ഒത്തിരി പേരുണ്ട്.
ഈ MGOCSത്തിൻ്റെ കുട്ടികൾ എന്ന് പറയുന്നത് പൊതുവെ ജീനിയസ് ആൻഡ് ഇൻ്റലിജൻറ്റ് കുട്ടികളാണ്. അവർ മിക്കവാറും നല്ല ഉന്നത വിദ്യാഭ്യാസ നിലവാരം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവരൊക്കെ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ ആരും സൺഡേ സ്കൂളിലോ അല്ലെങ്കിൽ പിന്നെ റെഗുലർ ചർച്ച് ഗോയിങ് ഒന്നും ആയിരിക്കുകയല്ല. അവർ ഞായറാഴ്ച അതിരാവിലെ ആയിരിക്കും ട്യൂഷന് പോകുന്നത്. അവരുടെ സെക്യുലർ എഡ്യൂക്കേഷന് വേണ്ടി ഒരുപാട് ശ്രദ്ധ ചെലുത്തിയാണ് അവർ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് ചെന്നെത്തുന്നത്. അപ്പോഴവർക്ക് ഒരു കൗമ നമസ്കരിക്കാൻ ചിലപ്പോൾ അറിഞ്ഞില്ലെന്നിരിക്കും, അവർ ബൈബിളൊന്നും വായിച്ചില്ലെന്നിരിക്കും. ബൈബിൾ വായിച്ചാൽ തന്നെ അതിൽ ഒരു പിടിപാടും കാണുകയില്ല. സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമായിരിക്കും ചെയ്യുന്നത്. MBBSന് അഡ്മിഷന് പോകുന്ന കുട്ടികളോട് CMC വെല്ലൂരിലായിരുന്നാലും ലുധിയാനയിലായാലും ഒക്കെ ആയിരുന്നാലും ഒരു കൗമ നമസ്കരിക്കാൻ അറിയാമോ കുട്ടി എന്ന് ചോദിക്കുമ്പോൾ അവൻ തപ്പിപ്പിടിക്കുന്നത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികൾ സാധാരണഗതിയിലെ വളരെ ബുദ്ധിശാലികളാണ്. അവർക്ക് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രേരണ എന്ന് പറയുന്നത് മോനെ പഠിച്ചോ 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 എന്നാണ്. വേദപുസ്തകം വായിച്ചോ 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 എന്ന് അവനോട് പറയുന്നത് വിരളമായിരിക്കും. പഠനം കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ വല്ലതും വായിച്ചാൽ മതി എന്നാണ്. അപ്പോൾ ജനറലി ദ ബേസിക് എപ്പിസ്കോപ്പൽ ഓർ റിലീജിയസ് എഡ്യൂക്കേഷൻ വിൽ ബി വെരി ഇൻ എ ലെസർ ക്വാണ്ടിറ്റി ഫോർ ദി സ്റ്റുഡൻസ് ഹു ആർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡ്. അതുകൊണ്ട് MGOCSത്തിൻ്റെ പ്രഥമ ചുമതല MGOCSമാകുന്ന വലയ്ക്കകത്തുള്ള കുട്ടികളെ നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനേക്കാൾ ഉപരിയായി വലയ്ക്ക് പുറത്തുള്ള കുട്ടികൾ എത്രയുണ്ട് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോഴൊരു ഡാറ്റ കളക്ഷനൊക്കെ എടുക്കാനായിട്ട് തീരുമാനമൊക്കെ ഉണ്ട്. അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. എന്തുമാത്രം ശരിയാവുമെന്ന് എനിക്കറിയാമല്ല. ആയിരക്കണക്കിന് കുട്ടികൾ ഈ വലയിൽപ്പെടാതെ പഠനത്തിന് പോകുന്നുണ്ട്. അതിലെ ഒരു നല്ല ശതമാനം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്? ഇവരെ മംഗലാപുരത്തും ബോംബെയിലും പൂനായിലും ഒക്കെ ചെല്ലുമ്പോൾ പള്ളി ഏതോ വട്ടക്കാരനേതോ ഒന്നും അന്വേഷിച്ചു എന്നല്ല ഇവർ പോയിരിക്കുന്നത്. ഇവർക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണുകയില്ല. അവിടെ ചെല്ലുമ്പോൾ ഇവരോട് അന്വേഷിക്കാനും ഫ്രണ്ട്ഷിപ്പ് എടുക്കാനും അവരെ സഹായിക്കാനും അവർക്ക് അവരുടെ ആ ലോകത്തിൽ അവർ നേരിടുന്ന ചെറിയ ചെറിയ പ്രതിസന്ധികൾക്ക് വേണ്ട പരിഹാരം അന്വേഷിക്കുന്ന ന്യൂ ജനറേഷൻ സഭകളിലെ പെയ്ഡ് എംപ്ലോയീസ് ഉണ്ട്. അവർ ഈ കോഴിക്കുട്ടികളെ ഏറ്റിക്കൊണ്ടു പോകുന്നത് പോലെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകും. അവരവിടെ ആയിരിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെടും. വീട്ടിലായിരിക്കുമ്പോൾ അപ്പയുടെയും അമ്മയുടെയും നിർബന്ധപ്രകാരം നമ്മുടെ പറയുന്ന പള്ളിയിലോട്ട് വരികയും ചെയ്യും. ഇതാണ് സംഭവം. അത് കുറേം കൂടെ അഡ്വാൻസ് ചെയ്ത് പോയാൽ പിന്നെ അവരവരുടെ വഴിക്ക്, നമ്മൾ നമ്മുടെ വഴിക്ക്. അതുകൊണ്ട് MGOCSത്തിൻ്റെ പ്രഥമ ചുമതല MGOCSമാകുന്ന വലയ്ക്ക് പുറത്ത് കിടക്കുന്ന കുട്ടികളെ അന്വേഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഇത് മലങ്കര സഭയുടെ മുഴുവൻ ഉത്തരവാദിത്തമാണ്. MGOCSത്തിനും അതിൽ ചില്ലറ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഈ സദസ്സിനോട് MGOCS അങ്ങനെയാണ്, MGOCS ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒന്നും പറയേണ്ട കാര്യമില്ല. അവരൊക്കെ നമ്മുടെ കുട്ടികളാണ്. അവർക്കിതൊക്കെ അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അവരെ നമ്മൾ അന്വേഷിച്ച് ചെന്നെങ്കിലേ അവരെ നമുക്ക് കൈ കിട്ടുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവരെ നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് അന്വേഷിക്കുന്നവരുണ്ടാകുമ്പോൾ ആ വഴിയിലേക്ക് അവർ വഴുതി പോകും എന്നുള്ളത് നമ്മൾ അവരെ പരിഭവിച്ചിട്ട് കാര്യമില്ല. അവരുടെ പേരൻസിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് നമ്മുടെ ചുമതലയാണ്, സഭയുടെ ചുമതലയാണ്, MGOCSൻ്റെ ചുമതലയാണ് എന്നും കൂടെ ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആധുനിക കാലഘട്ടം എന്ന് നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. ഇപ്പോഴത്തെ ഈ ഹൈടെക് യുഗവും കമ്പോളവൽക്കരണവും സർവതന്ത്ര സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത്. ഒരു മൊബൈൽ ഫോണിൽ എന്തെല്ലാം നടക്കും? ഒരു വിരൽത്തുമ്പിൽ എന്തെല്ലാം നമുക്ക് കിട്ടും? വിരൽത്തുമ്പിലും അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് ലഭിക്കുന്നത് അത് മുഖാന്തരമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളും അത് മുഖാന്തരമായിട്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും ഒക്കെ നന്മയ്ക്കും തിന്മയ്ക്കും ഒരുപോലെ പ്രയോജനപ്പെടുമെന്നുള്ളതാണ്. ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇരുമ്പെന്ന് പറയുന്ന ആയുധം കൊണ്ട് മനുഷ്യനെ കുത്തിക്കൊല്ലുന്ന കടാരി ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ നല്ല സേഫോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ ഉണ്ടാക്കാം. അതിൻ്റെ മൂലകം എന്ന് പറയുന്നത് ഇരുമ്പാണ്. ആ ഇരുമ്പ് എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു അതനുസരിച്ചാണ് അതിൻ്റെ യൂട്ടിലിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ നോക്കുക. അതുകൊണ്ട് മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും മറ്റു വിധത്തിലുള്ള IT ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച്
അത് മുഴുവനും ചീത്തയാണെന്ന് പറയേണ്ട, അത് മുഴുവനും നല്ലതാണെന്നും പറയേണ്ട. അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഇടയാകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് മുഖാന്തരമായിട്ടുണ്ടാകുന്ന നന്മകളും തിന്മകളും. അതുകൊണ്ട് ഈ യൗവനപ്രായം എന്ന് പറയുന്നത് തന്നെ ഒരു സംഘർഷ ഭൂമിയാണ്. അവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ 20 വയസ്സ്, 25 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് എന്നൊക്കെ പറയുന്ന കാലഘട്ടം മനസ്സവരുടെ സംഘർഷമാണ്. അവരിങ്ങനെ തിരമാല പോലെ അവരുടെ മനസ്സ് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ആ സമയത്ത് അവരോടുമായി ബന്ധപ്പെടുകയും അവരായിരിക്കുന്ന വ്യവസ്ഥയിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സംഘർഷങ്ങളിലേക്ക് നമുക്ക് ഒരു സഹായ ഹസ്തം എന്ന് ഞാൻ പറയുന്നത് ശരിയല്ലായിരിക്കാം, അതിനെ നമുക്ക് ലഘൂകരിക്കത്തക്കവണ്ണമുള്ള സ്നേഹപൂർണമായ ഇടപെടലുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് MGOCസിനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഈ ഭൗതികമായ അതിപ്രസരത്തിൽ നിന്ന് ഈ ഉന്നത ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഫലമായി ഉണ്ടാകുന്ന നന്മയുണ്ട്, തിന്മയുണ്ട്. അതിൻ്റെ തിന്മയിൽ നിന്ന് നാം നമ്മുടെ ഈ വിദ്യാർത്ഥി തലമുറയെ രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം ആവശ്യമായത് പ്രവർത്തിക്കണമെന്ന് മാത്രം ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ ഔപചാരികമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. MGOCSMന്റെ 105ാമത് വാർഷിക കോൺഫറൻസിന്റെ ബ്രോഷർ ഇപ്പോൾ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ, കോൺഫറൻസിന്റെ ജനറൽ കൺവീനറായിരിക്കുന്ന ബഹുമാനപ്പെട്ട കറുകയിൽ ജോസഫ് സാമുവൽ കോർപ്പിസ്കോപ്പയ്ക്ക് നൽകിക്കൊണ്ട് ബ്രോഷർ പ്രകാശനം ചെയ്യുകയാണ്. ആരാധന, പഠനം, സേവനം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് 3 വശങ്ങളുള്ള ഒരു ട്രയാങ്കിൾ. അത് 105ാം കോൺഫറൻസ്, അതായത് സെന്റിനറിക്ക് ശേഷമുള്ള 5ാം കോൺഫറൻസിനെ സൂചിപ്പിക്കുന്ന പെന്റഗണിലേക്ക് തിരിഞ്ഞു വരികയാണ്. അങ്ങനെ 5ാമത് ട്രിവാൻഡ്രത്ത് നടക്കുന്ന കോൺഫറൻസുമാണ് ഇത്. അങ്ങനെ പ്രത്യേകതകൾ അനേകമുള്ള ഒരു ബ്രോഷറാണ് ഇത്. MGOCSM കോളേജ് തല കലാമത്സരത്തിൽ സംഗീത മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ അടൂർ സെയിൻറ് സെറിൽസ് കോളേജ് വിദ്യാർത്ഥിനി കുമാരി ലിയ മറിയമിനെ ഒരു ഗാനം ആലപിക്കുന്നതിനായി സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മഹത്വം
അതിന് ലേയാ മറിയത്തിന് MGOSM കുടുംബത്തിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കും മലയാളികൾക്കും അഭിമാനമായ ബെന്യാമിൻ എന്ന തൂലികാനാമത്തിൽ പ്രശസ്തനായ യുവ സാഹിത്യകാരൻ, 10ഓളം പ്രശസ്ത ഗ്രന്ഥങ്ങളും നോവലുകളും എഴുതി 15ൽ പരം അവാർഡുകൾ നേടിയ ഇദ്ദേഹം രചിച്ച ആടുജീവിതം എന്ന നോവൽ 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ 10ഓളം അവാർഡുകൾ നേടി. കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, കേരള സിലബസ് എന്നിവയിൽ ഈ കൃതി പഠന വിഷയമാക്കിയിരിക്കുന്നു. ഇന്ത്യയിലെ മികച്ച യുവ സാഹിത്യകാരിൽ ഒരാളായി ഇന്ത്യൻ എക്സ്പ്രസ് ഇദ്ദേഹത്തെ അംഗീകരിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ബെന്യാമിൻ അവറുകളെ മുഖ്യ പ്രഭാഷണത്തിനായി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം നിശ്ചയിച്ചു വെച്ചതിൻ്റെ അപ്പുറത്ത് സംഭവിക്കുന്നതെന്തോ അതാണ് ജീവിതമെന്നൊരു ചൊല്ല് എവിടെയോ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ സ്വാർത്ഥമായ ഒരു നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഈ സംസാരം MGOSSത്തിൻ്റെ കുട്ടികളോടുള്ള ഈ വർത്തമാനം ഏത് തരത്തിലാവണമെന്നതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ആഗ്രഹം വിശുദ്ധ ഒരുമല തിരുമേനിയുടെ യെരൂശലേം യാത്രാ വിവരണത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു യാത്രയാവട്ടെ എന്ന് നിശ്ചയിച്ചാണ് ഒരു പക്ഷേ ഇങ്ങോട്ട് വന്നത്. സത്യത്തിൽ ഇവിടെ ഇരുന്ന ഈ വേദിയിൽ ഒരു നിമിഷം ഇവിടെ ഇരിക്കുമ്പോൾ, തിരുമേനിമാർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും അവിടെ ഇരിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ഈ വേദിയിലേക്ക് നോക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിൽ ഒരാളായ നിങ്ങളിൽ ഒരുവനെ പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരുവൻ എന്തിനാണ് ബഹുമാനപ്പെട്ട തിരുമേനിമാരോടൊപ്പം ഈ വേദിയിലിരിക്കുവാൻ അയാൾക്കുള്ള യോഗ്യത എന്താണ് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയും ഒരുപക്ഷെ അതിനുള്ള ഒരു ഉത്തരം പറച്ചിലാണ്, ഒരുപക്ഷെ അതിനുള്ള ഒരു ഉത്തരം കണ്ടെത്തലാവും ഒരുപക്ഷെ ഈ വേദിയിൽ ഈ സംസാരത്തിൻ്റെ ഏറ്റവും ധന്യത എന്ന് ഈ നിമിഷം എനിക്ക് തോന്നുകയും ചെയ്യുകയാണ്. ഇതിനേക്കാൾ മുമ്പേ ഇവിടെ പരിശുദ്ധ തിരുമേനി സൂചിപ്പിച്ചതുപോലെ വളരെ പ്രഗത്ഭരായ വളരെയധികം ആൾക്കാർ വന്ന് നിങ്ങളോട് ഈ വേദിയിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനിയും സംസാരിക്കാനിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ യെരൂശലേം യാത്രാ വിവരണത്തിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ മറ്റനേകം വേദികളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനിയും കേൾക്കാനിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത്, എൻ്റെ പുസ്തകത്തിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവമേ നീ എന്നെ എന്താക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നുവോ എന്നെ നീ അതാക്കി തീർക്കണമേ എന്നുള്ളതാണ്. മറ്റെല്ലാ പ്രാർത്ഥനകളെയും, നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥനകളെ ഞാൻ ഒരല്പം പരിഹാസത്തോടു കൂടി പലപ്പോഴും ആവലാതി പ്രാർത്ഥനകൾ എന്ന് പറയാറുണ്ട്. നമ്മുടെ എല്ലാത്തരം ആവശ്യങ്ങളും ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ, പരിശുദ്ധന്മാരുടെ മുമ്പിൽ, തിരുമേനിയുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ ഒരു ആവലാതികളുടെ നടുവിൽ നിൽക്കുമ്പോൾ നിക്കോസ് കസൻസാക്കിസ് എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ലോകത്തിലുള്ള എല്ലാ പ്രാർത്ഥനകളെയും റദ്ദാക്കി കളയുകയാണ്. ദൈവമേ ഞാൻ എന്തായിത്തീരുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്നെ നീ അതാക്കി തീർക്കണമേ. അതിനപ്പുറത്ത് നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും മാഞ്ഞു മറഞ്ഞു പോവുകയാണ്. ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അത് എന്നിൽ നാവിൽ നിന്ന് പുറപ്പെട്ടു വരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഇന്ന് എൻ്റെ മുന്നിലുള്ളൂ. അതാണ് ഏറ്റവും വലിയ ധന്യത എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ആഘോഷങ്ങളുടെ കാലത്ത് നിൽക്കുകയാണ്. പലതരത്തിലുള്ള ആഘോഷങ്ങൾ, പ്രാർത്ഥന ആഘോഷമായിക്കൊണ്ടിരിക്കുന്ന കാലത്തിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ വഴി ഇതിലെ ഇങ്ങനെ കടന്നു വന്നപ്പോൾ അവിടെ ഒരു ബോർഡ്, ഗോസ്പൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന, നമുക്ക് അത്ഭുതം തോന്നുന്നു. ആ ഗോസ്പൽ ഫെസ്റ്റിവൽ എന്ന തരത്തിലേക്ക് നമ്മുടെ സുവിശേഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കിഴക്കിൻ്റെ പ്രാർത്ഥനകൾ, കിഴക്കൻ സഭകളുടെ പ്രാർത്ഥനകളുടെ അർത്ഥത്തെക്കുറിച്ച് നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട്. നമ്മുടെ പൂർവിക പിതാക്കന്മാർ അവരുടെ സർവ്വധ്യാനത്തിലിരുന്നു കൊണ്ട് സ്ഫുടം ചെയ്തെടുത്തുള്ള മനോഹരമായ പ്രാർത്ഥനകൾ നമുക്കുണ്ട്. എൻ്റെ വീട്ടിലൊന്നും എൻ്റെ അമ്മച്ചിമാരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പച്ചൻ പറയും നമ്മുടെ പൂർവികർ എഴുതി വെച്ച, അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുള്ള മനോഹരങ്ങളായ പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകൾക്ക് അപ്പുറത്ത് ഒരു വരി നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. കാരണം എല്ലാ ധർമ്മങ്ങളും, ഒരു പ്രാർത്ഥനയിൽ നിർവഹിക്കേണ്ട എല്ലാ
മർമ്മങ്ങളും വളരെ അർത്ഥവത്തായ രീതിയിൽ എഴുതി എത്രയോ കാലത്തെ മനനത്തിന് ശേഷമാണ് നമ്മുടെ പൂർവിക പിതാക്കന്മാർ ഈ പ്രാർത്ഥനകൾ എഴുതി നമ്മുടെ മുന്നിൽ നൽകിയിട്ടുള്ളതെന്നുള്ളതാണ്. ഞാനൊരു കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത്. പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ കടന്നുവരവാണ് നമ്മുടെ ഉള്ളിൽ ഈ ഇത്തരത്തിലുള്ള ചില പ്രാർത്ഥനകൾ നമ്മുടെ ഇടയിലേക്ക് എല്ലാത്തരം ആവശ്യങ്ങളുമായിട്ട് നമ്മളിങ്ങനെ കടന്നു ചെല്ലാൻ ഇടയാക്കുന്ന തരത്തിൽ ചില നമ്മുടെ സാന്നിധ്യമാവുന്നത് നമുക്ക് ഇടയാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിൽ നമ്മളതിനെ മാറ്റിമറിക്കുകയും ഞാൻ പറഞ്ഞതുപോലെ ഒറ്റ വരി കൊണ്ട് നമുക്ക് നമ്മളുടെ എല്ലാ ആലംബങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള വലിയ കരുത്തുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. യോഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ചാണ് ഞാൻ ഒരു പക്ഷേ ഇന്ന് ഇവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു. മറ്റൊരു വഴിയും ഒരുപക്ഷെ എനിക്ക് ഈ വേദിയിലേക്ക് കടന്നു വരുവാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇയാളുടെ കുടുംബപരമായി വലിയ സാഹിത്യകാരന്മാരുള്ള കുടുംബമായിരിക്കും, പത്രാധിപന്മാരുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളായിരിക്കും, ഇയാൾക്ക് ധാരാളം ആൾക്കാരെ പരിചയം കാണും, അങ്ങനെ നിരന്തരമായി സാഹിത്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിച്ച് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് ഒരുപക്ഷെ അവസാനം ഈ വേദിയിൽ ഇവിടെ വന്നിരിക്കുവാൻ യോഗ്യത നേടിയത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ജീവിതം സാഹിത്യത്തിന് വേണ്ടി ഒരിക്കലും ഒഴിഞ്ഞു വെച്ചിട്ടുള്ളതായിരുന്നില്ല. സാഹിത്യം എൻ്റെ സബരിയായിരുന്നില്ല. സാധാരണ ഓരോ കുട്ടികളും വഹിക്കുന്നത് പോലെ എഞ്ചിനീയർ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. എഞ്ചിനീയർ ആവാൻ വേണ്ടിയാണ് ഞാൻ പഠിച്ചത്. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയാണ്, എല്ലാ യുവാക്കളെയും പോലെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ യൗവനത്തിൻ്റെ നല്ലൊരു പാതിയും ചിലവഴിച്ചത്. ക്രിക്കറ്റ് കളിക്കാരനാവണം എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷേ ഈ സ്വപ്നത്തെയും എൻ്റെ ഈ ആഗ്രഹത്തെയും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് എഴുത്തുകാരനാവുക എന്നൊരു നിയോഗത്തിൻ്റെ വഴിയിലേക്ക് ദൈവം എന്നെ പറഞ്ഞു വിടുകയായിരുന്നു എന്നാണ് ഞാനിപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. പൗലോക്കോലോ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്ന സാഫല്യത്തിന് വേണ്ടി ലോകം മുഴുവൻ നിങ്ങളുടെ ഒപ്പം വന്നു ചേരുമെന്ന്. അങ്ങനെ ഒരു സ്വപ്നമുണ്ടെങ്കിൽ മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ, സ്വപ്നമല്ല, നിങ്ങൾക്ക് ഒരു നിയോഗമുണ്ടെങ്കിൽ ആ നിയോഗത്തിലേക്ക് എത്തിച്ചേർക്കുവാൻ ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെമ്പാടും ഒരുക്കുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ 21ാമത്തെ വയസ്സിൽ ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയതാണ്. വായിക്കാൻ ഒരു സാഹചര്യമില്ലാത്ത ഇടത്തിലായിരുന്നു. എനിക്ക് അവിടെ ചെന്ന് മറ്റനേകം പണമുണ്ടായിരുന്നു. എൻ്റെ ഞാൻ അധ്വാനിച്ച് നേടിയ പണമുണ്ടായിരുന്നു. ആ പണം കൊണ്ട് എനിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഇടങ്ങളിലേക്ക് വഴിതെറ്റി പോകാമായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ എന്തോ ഒരു നിയോഗത്തിൽ വായനയിലാണ് എത്തപ്പെട്ടത്. വായിക്കുക എന്നുള്ള നിരന്തരമായ വായന, തുടർച്ചയായ ഒരു 7-8 വർഷത്തെ നിരന്തരമായ വായനയാണ് എന്നെ പിന്നീട് ഒരു വരി എഴുതുവാൻ പ്രാപ്തനാക്കി തീർത്തത്. സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത് നോക്കൂ. അവിടെ അറബ് രാജ്യത്ത് അവിടെ എനിക്ക് വേണ്ടി ഒരു കുഞ്ഞു ലൈബ്രറി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മലയാളം പുസ്തകങ്ങൾ കിട്ടുന്ന, ലോകത്തെ എല്ലാ പ്രശസ്തമായ പുസ്തകങ്ങൾ കിട്ടുന്ന, വളരെ തുച്ഛമായ പണം കൊടുത്താൽ നമുക്ക് വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങളുള്ള മനോഹരമായ ഒരു ലൈബ്രറി എനിക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഇടത്തിൽ നിന്നാണ് ഒരു പക്ഷേ എഴുത്തുകാരനാവുകയും പിന്നീട് എന്നെങ്കിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നേടുവാൻ ഉള്ള ഭാഗ്യമൊക്കെ നമുക്ക് ലഭിച്ചതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ എളിയവനായി എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങൾ ചെറിയ കൂട്ടുകാരോട് ഈ വക കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇതൊരു ഒരുവൻ്റെ അഹങ്കാരമായ വേദി വിചാരിക്കരുതേ എന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ അനുഭവ സാക്ഷ്യം ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് പ്രയോജനമാവുമെങ്കിൽ അവൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു കരുത്താവുമെങ്കിൽ ഒരുപക്ഷെ അതാവും നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, ഞാനധികം സ്നേഹിക്കുന്ന, അസൂയോടെ കാണുന്ന എഴുത്തുകാരൻ ഒർഹാൻ പാമുക്കിൻ്റെയും ഇപ്പോൾ നോബൽ പ്രൈസിന് പരിഗണിച്ചുകൊണ്ടിരുന്ന മുറഗാമിയുടെയും പുസ്തകത്തിൻ്റെ ഒപ്പം വെച്ചുകൊണ്ട് മാനേഷ്യൻ ലിറ്റററി പ്രൈസിൻ്റെ അന്തിമ പട്ടികയിൽ എത്തിപ്പെടാനുള്ള ഒരു ഭാഗ്യം മലയാളിയായ വളരെ താഴ്ന്ന നിലവാരത്തിൽ നിന്ന്, ജീവിത നിലവാരത്തിൽ നിന്ന് വന്നിട്ടുള്ള തിരുമേനി ഒന്ന് പോയിക്കോട്ടെ. ക്ഷമിക്കുക.
അപ്പോൾ അങ്ങനെയുള്ള വലിയ എഴുത്തുകാരുടെ ഒപ്പം എൻ്റെ പുസ്തകം ഇരിക്കുവാനുള്ള ഒരു ഭാഗ്യം, മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകത്തിന് ഇരിക്കാനുള്ള ഒരു ഭാഗ്യത്തിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്ന് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കുട്ടികൾ ഒരുപക്ഷെ ചോദിക്കേണ്ടത് നമ്മൾ ആരുടെ സ്വപ്നങ്ങളാണ് എന്നുള്ളതാണ്. നമ്മൾ ആരുടെ സ്വപ്നങ്ങളാണ്? പലപ്പോഴും മാതാപിതാക്കളുടെ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, ജീവിതങ്ങളെ ബലിയർപ്പിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അവരെന്തായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അതായി തീരാനല്ല പലപ്പോഴും നമ്മളുടെ ശ്രമം. എന്തായിത്തീരുവാൻ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുവോ അതായിത്തീരുന്ന ഒരിടം. നമ്മളൊക്കെ കയറ്റി അയക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റുകളെ സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറികളായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുക. ഈ ലോകത്ത് ഇവിടെ നമ്മുടെ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയല്ല നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവരൊക്കെ കയറ്റി അയക്കപ്പെടാനുള്ള എന്തോ പ്രോഡക്റ്റുകളാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബൈബിൾ പറയുന്നുണ്ട്, ബൈബിൾ മാത്രമല്ല എല്ലാ സെമിറ്റിക് മതങ്ങളുടെയും ദർശനമെന്ന് പറയുന്നത് പ്രവാസം ശാപമെന്നാണ്. പ്രവാസ ലോകത്തായി പോവുക. ഇസ്രായേൽ മക്കൾ അവരുടെ പ്രാർത്ഥനയെ എക്കാലത്തും ഇസ്രായേൽ മക്കളുടെ പ്രാർത്ഥന സ്വന്തം ദേശത്ത് പോയി സ്വസ്ഥനാവാനാണ്. ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, നീ നിന്റെ സ്വന്തം ദേശത്ത് പോയി സ്വസ്ഥനാവാൻ. നമുക്ക് മാത്രം സ്വന്തം ദേശത്ത് പോയി സ്വസ്ഥനാവണ്ട, നമുക്ക് അന്യദേശത്ത് പോയി സ്വസ്ഥനാവാനാണ് നമുക്ക് ആഗ്രഹം. അവിടെ പണം കായ്ക്കുന്ന മരമുണ്ടെന്നാണ് നാം നമ്മുടെ കുട്ടികളെ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ദുരന്തങ്ങളുണ്ട്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുണ്ട്, ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും വ്യഥകളും ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഒരുപക്ഷെ ആടുജീവിതം എന്നുള്ള ഒരു നോവൽ എഴുതുവാൻ എനിക്ക് കരുത്തായത് എന്ന് ഞാൻ വിചാരിക്കുക. ആടുജീവിതം തോറ്റുപോയവൻ്റെ കഥയാണ്. പലപ്പോഴും കുട്ടികളുടെ വിചാരം നമ്മൾ എപ്പോഴും വിജയിക്കുവാൻ വേണ്ടി ഉള്ളവരാണ്, വിജയിക്കാൻ മാത്രം. ഒരു കമ്പ്യൂട്ടർ ഗെയിമിൽ പോലും തോറ്റുകൊടുക്കുവാൻ, ഒരു കമ്പ്യൂട്ടർ മുന്നിൽ പോലും തോറ്റുകൊടുക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയാറില്ല. അതിൽ സങ്കടമാണ്. തോറ്റുപോകുവാൻ വിധിക്കപ്പെട്ടവരാ, തോറ്റതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ സമൂഹമാണ് നമ്മുടേത്. വളരെ അത്ഭുതം തോന്നുക നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. കാട്ടിലെ രാജാവെന്ന് പറയുന്ന സിംഹം മാനിൻ്റെ പിന്നാലെ ഓടി ഓടി തോറ്റുപോകും. പക്ഷെ ഒരു സിംഹവും പോയി ഇന്നേ വരെ ആത്മഹത്യ ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ, മലയാളികൾ എപ്പോഴും ആത്മഹത്യ ചെയ്യുന്നതിലാണ് അഭയം കാണുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തോൽക്കാൻ പഠിക്കണം, തോറ്റുപോകുന്നവൻ്റെ ജീവിതം പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറന്നുകൊണ്ട് നമ്മൾ ലോകത്തെ കാണണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കസിൻസാക്കിസ് ഒരു സന്യാസി മഠത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് അവിടുത്തെ ഒരു സന്യാസി ശ്രേഷ്ഠയോട് ചോദിക്കും, എനിക്കെങ്ങനെ ദൈവത്തെ കാണാൻ കഴിയുമെന്ന്, എനിക്കെങ്ങനെ ദൈവത്തെ കാണാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഓപ്പൺ യുവർ ഐസ്, യു ക്യാൻ സീ ദ ഗോഡ് എന്നാണ് പറയുന്നത്. ഓപ്പൺ യുവർ ഐസ്, വേറൊന്നും ചെയ്യണ്ട, നിന്റെ കണ്ണുകൾ വെറുതെ ഒന്ന് തുറന്നാൽ മാത്രം മതി. പ്രാർത്ഥിക്കാൻ നേരം നമ്മൾ നമ്മുടെ വാതിലുകൾ അടച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ, നമ്മൾ ദൈവത്തെ കാണണമെങ്കിൽ നമ്മുടെ വാതിലുകൾ തുറന്ന്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ തുറന്ന് പുറം ലോകത്തെ കാണണം. അങ്ങനെയാണ് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നത്. നജീബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഈ നോവലിൽ. അദ്ദേഹം ദൈവത്തെ കാണുന്നത്, അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേരിട്ടുള്ള വരദാനങ്ങൾ കിട്ടിയിട്ടല്ല അദ്ദേഹം ദൈവത്തോട് സംവദിക്കുന്നത്. തൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ചെടിയെ കണ്ടിട്ട്, ഒരു കുഞ്ഞു ചെടിയാണ് നജീബിന് അതിജീവനത്തിൻ്റെ വലിയ പാഠം പറഞ്ഞു കൊടുക്കുന്നത്. ഇബ്രാഹിം ഖാദ്രി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ആ നോവലിൽ. നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇബ്രാഹിം ഖാദ്രിയും നജീബും കൂടി മരുഭൂമിയിലൂടെ ഓടി ഓടി പോകുമ്പോൾ ഇബ്രാഹിം ഖാദ്രി ആ മരുഭൂമിയിൽ ജലമുണ്ടെന്ന് കണ്ടെത്തുന്നത് എവിടുന്നെങ്കിലും സ്വർഗീയ നാദം കേട്ടിട്ടല്ല. അങ്ങനെയല്ല നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അതിനപ്പുറത്ത് മരുഭൂമിയിലൂടെ ഓടിപ്പോകുന്ന ഒരു പല്ലിയെ കണ്ടിട്ടാണ് ഇബ്രാഹിം ഖാദ്രി തിരിച്ചറിയുന്നത് ഇവിടെ അടുത്ത് വെള്ളമുണ്ട് എന്ന്. ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ ദൈവത്തെ തിരഞ്ഞു പിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ അർത്ഥത്തിലാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരിക്കലും നമുക്ക് അത്ഭുതങ്ങളുടെ ക്രിസ്തുവിനെയല്ല, സഹനങ്ങളുടെ ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കണം. നമ്മളെപ്പോഴും സുവിശേഷ മഹായോഗങ്ങൾക്കും രോഗശാന്തി ശുശ്രൂഷകൾക്കുമൊക്കെ പോകുന്നത് ഈ അത്ഭുതങ്ങളുടെ ക്രിസ്തുവിനെ തേടുന്നത് കൊണ്ടാണ്. ഈ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ എല്ലാ അത്ഭുതങ്ങളും റദ്ദായി പോയാൽ പോലും അദ്ദേഹത്തെ സ്നേഹിക്കാനുള്ള അനേകം കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ത്യാഗത്തിൻ്റെ ജീവിതം, സ്നേഹത്തിൻ്റെ ജീവിതം, 99നെയും വിട്ട് ഒന്നിനെ തേടിപ്പോകാൻ വേണ്ടിയുള്ള ഒരു വലിയ ഒരു അർപ്പണ മനോഭാവമുണ്ടല്ലോ. അതാണ് നമുക്ക് ക്രിസ്തുവിൽ നിന്ന് നമ്മൾ തേടേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കസിൻസാക്കിസിൻ്റെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ. അദ്ദേഹം മറ്റൊരു സന്യാസി മഠത്തിലേക്ക് കയറി ചെന്നുകൊണ്ട്
റിപ്പോർട്ട് ഗ്രീക്കോ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ചോദിക്കുകയാണ് എന്നെങ്കിൽ അവിടെ തൂക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുമ്പോൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ക്രിസ്തു ഇങ്ങനെ തൂക്കപ്പെട്ടവനായി കാണുന്നത്? ക്രിസ്തു ഇതുവരെ ക്രൂശിൽ നിന്ന് താഴെ ഇറങ്ങാറായിട്ടില്ലേ എന്ന്. അവിടുത്തെ സന്യാസശ്രേഷ്ഠൻ പറയുന്നു, ഇല്ല, ക്രിസ്തു ക്രൂശിൽ നിന്ന് താഴെ ഇറങ്ങാറായിട്ടില്ല. ക്രിസ്തു താഴെ ഇറങ്ങുന്നത് ഈ ലോകത്തിൽ പീഡകൾ അവസാനിക്കുമ്പോൾ, ഈ ലോകത്തു നിന്ന് യാതനകൾ അവസാനിക്കുമ്പോൾ, ഈ ലോകത്തിൽ നിന്ന് ദുഃഖങ്ങളെല്ലാം മാറിക്കഴിയുമ്പോഴാണ്. ക്രിസ്തു ഇപ്പോഴും തൻ്റെ കുരിശ് ചുമലിൽ വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു കസൻസാക്കിസ് സന്യാസി മഠത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്നു, നമുക്ക് ബൈബിളിൽ എവിടെയെങ്കിലും ചിരിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ കഴിയുമോ എന്ന്. ഇല്ല, ബൈബിളിൽ എവിടെയും നമുക്ക് ചിരിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ കഴിയില്ല. ചിരിക്കുന്ന ക്രിസ്തുവിനെ കാണണമെങ്കിൽ ഈ ലോകത്ത് നിന്ന് പീഡകളും യാതനകളും ദുഃഖങ്ങളും എല്ലാം മാറുമ്പോഴാണ് നമുക്ക് ചിരിക്കുന്ന ക്രിസ്തുവിനെ സൃഷ്ടിക്കാൻ കഴിയുന്നത്. അങ്ങനെ ചിരിക്കുന്ന ക്രിസ്തുവിനെ സൃഷ്ടിക്കലാണ് ഒരുപക്ഷെ നമ്മുടെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ധർമ്മം എന്ന് എനിക്ക് തോന്നുകയാണ്. എൻ്റെ സമയം അധികരിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ സംസാരം നിർത്തിക്കോളാം. 2 കാര്യങ്ങൾ എൻ്റെ കുട്ടികളോട് എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. 2 തരം പേടികളാണ് നിങ്ങൾക്ക് എപ്പോഴും. ഒന്ന്, തോറ്റുപോകുമോ എന്ന പേടി. രണ്ടാമത്, തെറ്റിപ്പോകുമോ എന്ന പേടി. ഈ 2 പേടികളാണ് ഒരു പക്ഷേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിൽ നിന്ന്, മുന്നോട്ട് ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളെന്ന് എനിക്ക് തോന്നുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ അവിടെ ആ ഇടത്തിലാണ് നമ്മൾ മുമ്പേ സൂചിപ്പിച്ച പോലെ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ചില കൂടാരങ്ങളിലേക്ക് നമ്മൾ കയറിപ്പോകുന്നതെന്നുള്ളത്. എന്തെല്ലാം തരം വിശ്വാസങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അത്ഭുതമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചുവട് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് സുവർണമോതിരങ്ങളും ചൈനാ വിഗ്രഹങ്ങളും ഒന്നും വീട്ടിൽ വെച്ചിട്ടല്ല. നമ്മൾ ഓർത്തഡോക്സുകാരെന്ന് പറയുന്നു, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഏറ്റവും അധികം മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്നവർ നമ്മളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ വായനക്കാരനായ ഒരു സുഹൃത്ത് ഈ പ്രശ്നം വെക്കുന്ന ആളാണ്. ഈ പ്രശ്നം വെക്കുന്ന ആളിങ്ങനെ വീട്ടിൽ വന്നിരുന്ന് എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ പ്രശ്നം വെക്കാൻ വേണ്ടി വരുന്നത് നിങ്ങളുടെ സഭക്കാർ, പ്രത്യേകിച്ച് നിങ്ങളുടെ അച്ഛന്മാരാണ്. അത് പറയുന്നുണ്ടെന്നും തോന്നരുത്. അപ്പം നമ്മളൊരു കാര്യം പഠിക്കുകയും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക, അതിന് വളരെ വിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സാക്ഷികളാവാൻ കഴിയും? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ഒരു ചാരിറ്റിയെക്കുറിച്ച് ഒരു വാക്കുകൂടി നമ്മുടെ പറഞ്ഞല്ലോ, ചാരിറ്റിയുടെ കാര്യം. നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി ധാരാളം പണം മുടക്കുന്നവരാണ്. പക്ഷേ ഈ നമ്മുടെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് മാധ്യമങ്ങൾ എന്ത് പറയുന്നുവോ അതിൻ്റെ മാത്രം വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യാണെന്ന് സമയം ഒക്കെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേങ്കിൽ ഇതിന് ഒരു മൂന്നാം കണ്ണുകോടുകൂടി ഇതിനെയൊക്കെ കാണാൻ ശ്രമിക്കണം. ഈ അടുത്തിടയ്ക്ക് വളരെ വളരെ പെട്ടെന്ന് ഓർമ്മകളോട് പറയുകയാണ്, ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. അതായത് മഹാനായ നമ്മുടെ ഗായകൻ യേശുദാസ് ഒരു സുപ്രധാനമായ അപ്പീൽ കോടതിയിൽ കൊടുക്കുകയുണ്ടായി. അത് ആശുപത്രികളിൽ മരുന്നുകൾ എഴുതുന്നത് ജനറിക് നെയിം ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ ഒരു ആശുപത്രികളിലും ഒരു ഡോക്ടർമാരും ഇത് പാലിക്കുന്നില്ല. എന്തുകൊണ്ട് പാലിക്കുന്നില്ല? എന്തുകൊണ്ടത് പാലിച്ചുകൂടാ എന്നുള്ളതാണ് ചോദ്യം. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ചാരിറ്റി എന്ന പേരിൽ നമ്മൾ സഹായിക്കുന്ന പണങ്ങളുടെ നല്ലൊരു പങ്ക് ഇവിടുത്തെ മരുന്ന് ലോബി, ഡോക്ടർമാരും മരുന്ന് കച്ചവടക്കാരും ആശുപത്രിക്കാരും മെഡിക്കൽ സ്റ്റോറുകാരും അടങ്ങുന്ന ഒരു വലിയ മരുന്ന് ലോബി അടിച്ചുകൊണ്ട് പോവുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണ് യേശുദാസ് ആ കേസ് കൊടുത്തത്. പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അതിനെ പിന്തുണച്ചില്ല. കേരളത്തിലെ ഒരു സ്ഥാപനങ്ങളും അതിനെ പിന്തുണച്ചില്ലെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട തിരുമേനി, കഴിയുമെങ്കിൽ നമ്മുടെ സഭയിലെ ആശുപത്രികളിലെങ്കിലും ഡോക്ടർമാർ മുഴുവൻ നമുക്കെതിരാകും, അത് വേറെ കാര്യം. ഡോക്ടർമാരോട് പറയണം ജനറിക് നെയിം എഴുതണമെന്ന്. ജനറിക് നെയിം എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു മരുന്ന് കടയിൽ 10 മരുന്നുണ്ടാവും, ഒരേ അളവിലുള്ള ഒരേ രോഗത്തിനുള്ള. അതിൽ ഏറ്റവും വില കുറഞ്ഞ മരുന്ന് മേടിക്കുവാൻ ഒരു സാധാരണക്കാരന് അവകാശമുണ്ട്. ഡോക്ടർ എഴുതി കൊടുക്കുന്ന വില കൂടിയ കമ്പനിയുടെ മരുന്ന് മേടിക്കുവാനല്ല അവനെ നിയോഗിക്കപ്പെടുന്നത്. അതിന് ഏറ്റവും വില കുറഞ്ഞ മരുന്ന് മേടിക്കാൻ അവന് അവകാശമുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ ദർശനങ്ങളെ, നമ്മുടെ കാഴ്ചകളെ ഈ മാധ്യമങ്ങളുടെ പിന്നാലെ പോയി അഭിപ്രായം പറയുകയും ഫേസ്ബുക്കിൽ അഭിപ്രായം ഇടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത്
നിങ്ങൾ പിന്നിലൂടെ ചില കാഴ്ചകളുണ്ട് എന്ന് പറയുക ശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട പുസ്തകമായ ജീൻ ക്രിസ്റ്റോഫിൻ്റെ കർത്താവ് പറയുന്നുണ്ട്, യുവാക്കളെ, ഇന്നിൻ്റെ യുവാക്കളെ, നിങ്ങൾ ഞങ്ങളെക്കാൾ സന്തുഷ്ടരും സമാധാനപ്രിയരുമായി മുന്നോട്ട് നീങ്ങൂ, ഞങ്ങളെക്കാൾ മഹത്വക്കളും വലിയവരുമാണെന്ന് തെളിയിക്കൂ എന്ന് പറയുന്നുണ്ട്. ഈ വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ച അനേകം മഹാന്മാരായ ആൾക്കാരുണ്ട്. ആ മഹാന്മാരായ ആൾക്കാർ ഇനിയും വരും കാലങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന അനേകം മഹാന്മാരായ ആൾക്കാർ, അവരുടെ ഇടയിൽ ഒരു കണ്ണി പോലെ ഇവിടെ നിൽക്കുവാൻ കഴിഞ്ഞതിലൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഞങ്ങളെക്കാളൊക്കെ മഹത്വക്കളും വലിയവരുമാകുവാനുള്ള ജീവിത സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഞാൻ വളർന്ന സാഹചര്യത്തേക്കാൾ എത്രയോ വലിയ നല്ല സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്നവരാണ്, വളരാൻ പ്രാപ്തിയുള്ളവരാണ് നിങ്ങൾ. വിശ്വാസം, പ്രത്യാശ, ദൃഢനിശ്ചയം, കഠിനപ്രയത്നം, ഇതിത്ര കൊണ്ട് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ദൈവം തിരഞ്ഞെടുത്ത് നിങ്ങളാക്കിയിരിക്കുന്ന നിയോഗത്തിൻ്റെ പാതയിൽ നിശ്ചയമായും എത്തപ്പെടാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ബെന്യാമീൻ അവറുകൾക്ക് MGOCSMൻ്റെ ആദരസൂചകമായി പരിശുദ്ധ തൃത്വത്തിൻ്റെ ഒരു ഐക്കൺ പിക്ചർ MGOCSM സീനിയർ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ മാത്യു സാർ പരിശുദ്ധ ബാവ തിരുമേനിക്ക് നൽകുകയും പരിശുദ്ധ ബാവ തിരുമേനി അത് ബെന്നി ഡാനിയൽ അവറുകൾക്ക് നൽകുകയും ചെയ്യുകയാണ്. MGOCSM കോളേജ് തല കലാമത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ MBCA കോളേജ് പീരുമേടിലെ വിദ്യാർത്ഥി ശ്രീ ഏബൽ ജോർജ് നമുക്കായി ഒരു ഗാനം ആലപിക്കുകയാണ്. പണിയും മനുഷ്യ ദൈവത്തെ നീ മറന്നു, തിരുസന്നിധേ നകന്നു. ബാബേൽ ഗോപുരം പണിയും മനുഷ്യ ദൈവത്തെ നീ മറന്നുവോ, തിരുസന്നിധേ നകന്നുവോ. സ്നേഹം മറന്നു സോദോംഗൊമോറഉണർന്നു, സോദര സ്നേഹം മറന്നു സോദോംഗൊമോറഉണർന്നു. അഹന്തതൻ പടവുകൾ കടന്നോ, ഞാനെന്ന ഭാവത്തിൽ മതി മറന്നോ. അഹന്തതൻ പടവുകൾ കടന്നോ, ഞാനെന്ന ഭാവത്തിൽ മതി മറന്നോ. രക്ഷകനരികിൽ തിരിച്ചു വരൂ, പുതിയൊരു ജീവിതം നേടാൻ, രക്ഷകൻ പൂർണ്ണത നേടാൻ. ബാബേൽ ഗോപുരം പണിയും മനുഷ്യ ദൈവത്തെ നീ മറന്നുവോ, തിരുസന്നിധേ നിന്നകന്നുവോ.
സ്നേഹത്തിൻ ഭാഷ നീ മറന്നോ, ഹൃദയത്തിൽ അന്ധത നിറഞ്ഞോ. സ്നേഹത്തിൻ ഭാഷ നീ മറന്നോ, ഹൃദയത്തിൽ അന്ധത നിറഞ്ഞോ. ജീവിത ബന്ധങ്ങളുലഞ്ഞോ, നീറും നിരാശയിൽ തളർന്നോ. ജീവിത ബന്ധങ്ങളുലഞ്ഞോ, നീറും നിരാശയിൽ തളർന്നോ. രക്ഷകനരികിൽ തിരിച്ചു വരൂ, മാനസാന്തര വഴിയിൽ ദൈവപിതാവിനരികിൽ. ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ. തിരുസന്നിധിയിൽ നകന്നുവോ, തിരുസന്നിധിയിൽ നകന്നുവോ. കോട്ടയം ബെസേലിയോസ് കോളേജിൻ്റെ പ്രിൻസിപ്പലും കേരള ഹയർ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ബെസ്റ്റ് പ്രിൻസിപ്പലിനുള്ള പ്രൊഫസർ KV പൈലി അവാർഡ് നേടിയ, സേവനമനുഷ്ഠിച്ച എല്ലാ കോളേജുകളെയും മികവിൻ്റെ പര്യായമാക്കി ഉയർത്തിയ മലങ്കര സഭയുടെ പ്രിയപുത്രൻ പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓനാട്ട് സാറിന് അനുമോദിച്ചുകൊണ്ട് അവാർഡ് നൽകുന്നു. Next, Miss Rinju Thomas is an award-winning filmmaker who have produced and directed films that explore the issues of gender and sexuality, HIV/AIDS, street children disability, environment, etc. Her films have been screened at various international festivals and leading global television networks. A token of appreciation is being presented to Miss Rinju Thomas. അഖില മലങ്കര സൺഡേ സ്കൂൾ പ്രതിഭ 2012 തിരഞ്ഞെടുക്കപ്പെട്ട ചേപ്പാട് സെയിൻറ് ജോർജ് സൺഡേ സ്കൂൾ അംഗം സ്നേഹ മറിയം മാത്യുവിന് MGOസിന്റെ അനുമോദനം രേഖപ്പെടുത്തിക്കൊണ്ട് അവാർഡ് നൽകുന്നു. MGM HSS തിരുവല്ലയുടെ ഹെഡ് മാസ്റ്റർ സി ജോർജ് വർഗീസ് സാറിന് കേരള സംസ്ഥാനത്തിൻ്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരം MGOSISM നൽകുന്നു. MGM സൺഡേ സ്കൂൾ മാവേലിക്കരയുടെ അഭിമാനവും അഖില മലങ്കര സൺഡേ സ്കൂൾ വിജ്ഞാനിയുമായ സച്ചിൻ വർഗീസ് മാത്യുവിന് MGOSISത്തിന്റെ അംഗീകാരം നൽകുന്നു. Scientific research in soil biology of Western Ghats of region അവാർഡ് നേടിയിരിക്കുന്ന കാതോലിക്കേറ്റ് പത്തനംതിട്ടയുടെ അസിസ്റ്റന്റ് പ്രൊഫസറായിരിക്കുന്ന ഡോക്ടർ ബിനോയ് തോമസ്. For his recognition of his dedication to the field of medical science and his successful pursuing the Master of Surgery program in orthopedics in AFMC Pune, Major Dr. Vivek Matthew Philip is being awarded a token of appreciation. Mrs. Letha Alexander is being awarded a token of appreciation for her excellent contribution to the society. മറുപടി പ്രസംഗത്തിനായി MSc ഫിസിക്സിൽ ഹയർ റാങ്ക് മേടിച്ച മിസ്റ്റർ റിജോ മാത്യു ജോസഫിനുള്ള സമ്മാനവും ഇപ്പോൾ നൽകുകയാണ്. ഹയർ സെക്കൻഡറി ലെവലിൽ കേരളത്തിൻ്റെ ഹിന്ദിയിൽ നൽകിയ സംഭാവനയ്ക്ക് മിസ്റ്റർ മാത്യു ചെറിയാന് സമ്മാനം നൽകുകയാണ്. മറുപടി പ്രസംഗത്തിനായി പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓനാട്ട് സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വിശുദ്ധ ബാവ തിരുമേനി,
സമാരാധ്യരെ, സ്നേഹിതരെ, ഇന്ന് ഈ വേദിയിൽ ആദരിക്കപ്പെട്ട എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിന് പരിശുദ്ധ ബാവാതിരുമേനിക്ക്, സഭയ്ക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഞാൻ നിറവേറ്റേണ്ടത്. അതിനു മുമ്പ് ഒരു മിനിറ്റ് നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയെ ഒരിക്കൽ കൂടി അടിവരയിട്ട് പരിചയപ്പെടുത്തുവാൻ ഞാൻ എടുക്കുകയാണ്. അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുത്തി നമ്മളിൽ മിക്കപേരും അദ്ദേഹത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രിയപുത്രനാണ് ശ്രീ ബെന്യാമീൻ എന്നുള്ളത് താമസിച്ചു മാത്രം നമുക്കുള്ള ഒരു തിരിച്ചറിവാണെന്ന് പരിശുദ്ധ ബാവാതിരുമേനി സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ പറ്റി ഇവിടെ പരാമർശിക്കുകയുണ്ടായി. പരാജിതൻ്റെ കഥയാണതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പക്ഷേ മലയാളത്തിലെ സകല അച്ചടി പ്രസാധന റെക്കോർഡുകളെയും തിരുത്തി 40-ലേറെ കോപ്പികൾ ഇറങ്ങിയ പുസ്തകമാണ് അത് എന്നുള്ളത് എത്ര പേര് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്നെനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലുണ്ട്, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ. നമ്മുടെ സഭയുടെ കഥയാണത്. സമുദായ കേസുകളിൽ പെട്ടുഴറുന്ന സഭാമക്കളുടെ കഥയാണ്. എത്ര പേരത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. EMSഉം പെൺകുട്ടിയും എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥാസമാഹാരമുണ്ട്. ഒറ്റ ഇരിപ്പിലാണ് ഞാനത് വായിച്ചു തീർത്തത്. കാരണം സങ്കീർത്തനങ്ങളിലെ ഭാഷ, അതുപോലെ ഉത്തമഗീതത്തിലെ ഭാഷ, സഭാപ്രസംഗിയിലെ ഭാഷ, ഇങ്ങനെയുള്ള ബൈബിളിലെ പഴയ നിയമഗ്രന്ഥങ്ങളുടെ ആ നിർവചനങ്ങൾക്കതീതമായ ഭാഷാശൈലി നമ്മളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ. വായിക്കാത്തവർ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കണം. പ്രത്യേകിച്ച് അക്കപ്പോരിൻ്റെ നസ്രാണി വർഷങ്ങളെ പറ്റിയുള്ള ആ നോവൽ ഉള്ളിൽ തട്ടി വായിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേട്രൺ സെയിൻസ് ഡേ ആഘോഷങ്ങൾക്കിടയിൽ ഈ വർഷം വിവിധ അവാർഡുകൾ നേടിയവരെയും പ്രശസ്തമായ വിജയങ്ങൾ കരസ്ഥമാക്കിയവരെയുമൊക്കെ ഇവിടെ ആദരിക്കുകയുണ്ടായി. അതിൽ ഒരുപക്ഷെ ഏറ്റവും സീനിയറായ ആൾ ഞാനാണ്. അടുത്ത വർഷം സർവീസിൽ നിന്ന് വിരമിക്കേണ്ട ആൾ ഞാനാണ്. അതുകൊണ്ടായിരിക്കാം ഒരു മറുപടി പ്രസംഗത്തിന് ഒരു അവസരം എനിക്കിവിടെ തന്നത്. എന്നെ സംബന്ധിച്ച് പറയട്ടെ, ലഭിച്ചതല്ലാതെ ഒന്നും എനിക്കില്ല എന്ന തിരിച്ചറിവോടുകൂടി, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. ഈ വർഷം കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജ് പ്രിൻസിപ്പലിനുള്ള കേരള ഹയർ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കൊച്ചി ഏർപ്പെടുത്തിയ അവാർഡ് ഭാഗ്യവശാൽ ലഭിക്കുവാനിടയായി. അത് ദൈവാനുഗ്രഹമായി കരുതുന്നു. അതിന് ഇടയാക്കിയ, എന്നെ ഞാനാക്കിയ എൻ്റെ സഭയോട്, എനിക്ക് സഭയിൽ നിന്നല്ലാതെ ഒന്നും ലഭിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. രാഷ്ട്രീയത്തിൻ്റെ പിറകെ പോയിട്ടില്ല, ക്ലബ് ജീവിതമുണ്ടായിട്ടില്ല. സഭയും സഭയുടെ വിവിധ പ്രവർത്തനങ്ങളും, സൺഡേ സ്കൂള്, യുവജന പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുള്ള അനുഭവ സമ്പത്ത് മാത്രമേ എനിക്കുള്ളൂ. സഭയിൽ നിന്ന് ലഭിച്ചതല്ലാതെ എനിക്കൊന്നുമില്ല. കഴിഞ്ഞ 12 വർഷങ്ങളായി പ്രധാനാധ്യാപകനായി പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ സഭയുടെ ഫ്ലാഗ്ഷിപ്പ് കോളേജായ, സഭയുടെ ആസ്ഥാന നഗരിയിലുള്ള ബസേലിയസ് കോളേജിൻ്റെ സാരഥ്യം പരിശുദ്ധ ബാവാതിരുമേനി ഏൽപ്പിച്ചത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് ഈ 5 കൊല്ലം പൂർത്തിയാക്കി 6ാം കൊല്ലവും ആ ചുമതല നിർവഹിക്കുന്നു. അതിനിടയിൽ വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് വീണ് കിട്ടിയ ഈ ഒരു സ്ഥാനലബ്ധി, അതിന് ദൈവത്തോട്, എൻ്റെ പരിശുദ്ധ പിതാക്കന്മാരോട്, പ്രത്യേകിച്ച് പരിമല തിരുമേനിയോടും പാമ്പാടി തിരുമേനിയോടും, എന്നെ ഞാനാക്കിയ എല്ലാവരോടും, എൻ്റെ സഭയോടും, പരിശുദ്ധ ബാവാതിരുമേനിയോടും, ഇങ്ങനെ ഒരവസരം തന്ന് ഇവിടെ ആദരിച്ച എൻ്റെ പ്രിയപ്പെട്ട MGOCSM-നോടും ഉള്ള എൻ്റെ ഭക്തി ആദരവുകൾ ഇവിടെ സമർപ്പിക്കുന്നു. അതുപോലെ എന്നോടൊപ്പം വിവിധ രംഗങ്ങളിൽ ഇന്ന് ഇവിടെ സമ്മാനിതരായ എല്ലാവരുടെയും പേരിൽ ഈ യോഗ നടത്തിപ്പുകാരോട്, സഭയോട്, പരിശുദ്ധ ബാവാതിരുമേനിയോട്, നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. MGM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയും MGOCSM ഹയർ സെക്കൻഡറി കലാമേളയിൽ പ്രസംഗ മത്സരത്തിന് 1ാം സ്ഥാനം നേടിയ കുമാരി ലിൻഷ ഷിബുവിനെ ആശംസ പ്രസംഗത്തിനായി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ.
അലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, സ്നേഹനിധികളായ മാതാപിതാക്കൾ, വൈദിക ശ്രേഷ്ഠർ, വിദ്യാർത്ഥി പ്രസ്ഥാന അംഗങ്ങളെ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധനായ പരമല കൊച്ചുതിരുമേനിയുടെ ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് നടത്തുന്ന മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംഗമ ഭൂമിയിലാണല്ലോ നാം ഏവരും സമാഗതരായിരിക്കുന്നത്. ആരാധനയുടെയും ആത്മീയതയുടെയും ഒക്കെ പേരിൽ മനുഷ്യ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന സ്വാർത്ഥമതികളുടെ ഒരു ലോകത്താണല്ലോ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധുനികത മനുഷ്യ സമൂഹത്തിൻ്റെ ആത്മീയതയെ മങ്ങലേൽപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന, നവചൈതന്യം നൽകുന്ന, പുതുജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമാണ് MGOCSM. വളർന്നു വരുന്ന യുവതലമുറയെ ശക്തമാക്കുന്നത്, പ്രബുദ്ധമാക്കുന്നത്, പ്രചോദനമേകുന്നത് ഈ ആത്മീയ പ്രസ്ഥാനമാണ്. ഇത്തരത്തിൽ ആഗോളതലത്തിൽ വളർന്നു പന്തലിച്ച നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഭാവി കാലത്തും മുന്നോട്ട് നയിക്കേണ്ടത് സഭാമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കടപ്പാടുമാണ്. ആരാധന, പഠനം, സേവനം എന്ന ആപ്തവാക്യങ്ങളുമായി മുന്നേറുന്ന നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ എണ്ണമറ്റ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മുതൽക്കൂട്ടായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എഫേസ്യർ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വെളിച്ചത്തിൻ്റെ മക്കളായി നടന്നുകൊള്ളുവീൻ. വെളിച്ചത്തിൻ്റെ മക്കളായി നടന്നുകൊണ്ട് വെളിച്ചത്തിൻ്റെ പാതയിലൂടെ നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കുവാൻ സഭാമക്കളായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഔചിത്യരാഹിത്യത്തെ സഹചാരിയാക്കിയുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രതിരോധത്തിനുള്ള നേരിയ സാധ്യത പോലും വിദൂരമാക്കി ബലഹീനതകളുടെ വിഴുപ്പു നിറഞ്ഞ കൊടും ഭാണ്ഡത്തെ തന്നിലേക്ക് സ്വീകരിക്കുന്ന ആധുനിക ലോകത്തെ നോക്കി പകച്ചു നിൽക്കാതെ തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കി സഭയ്ക്കും സമൂഹത്തിനും നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും കൊള്ളാവുന്ന ഒരു തലമുറയെ വളർന്നു വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അതിനായി ഉയരങ്ങളിലെ പരിശുദ്ധ റൂഹ നമ്മേവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒപ്പം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കുമാരി ലിൻഷ ഷിബുവിൻ്റെ വാക്കുകൾക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. MGOCSM ഹയർ സെക്കൻഡറി കലാമേളയിൽ സംഗീതത്തിൽ 1-ാം സ്ഥാനം നേടിയ ഞാലിയാകുഴി മാർ ഗ്രിഗോറിയോസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി കുമാരി ഫെമി രാജു നമുക്കായി ഒരു ഗാനം ആലപിക്കുന്നു. തിരുസവിധേ അണയുന്നു നാഥ, മധുരമാം തിരുവചനം നുകരാൻ. തിരുസവിധേ അണയുന്നു നാഥ, മധുരമാം തിരുവചനം നുകരാൻ. നിറയ്ക്കണേ ഞങ്ങളിൽ ദിവ്യ ചൈതന്യം, തെളിയണേ പരിശുദ്ധാത്മരൂപം. നിറയ്ക്കണേ ഞങ്ങളിൽ ദിവ്യ ചൈതന്യം, തെളിയണേ പരിശുദ്ധാത്മരൂപം. തിരുസവിധേ അണയുന്നു നാഥ, മധുരമാം തിരുവചനം നുകരാൻ. മനസ്സിൻ്റെ വേദന പങ്കിടാൻ മനസ്സായി മാറണേ സ്നേഹനാഥ. മനസ്സിൻ്റെ വേദന പങ്കിടാൻ മനസ്സായി മാറണേ സ്നേഹനാഥ. ഉരുകുമിൻ കരളിലെ കനലകറ്റി തുണയരുളി കൃപ ചൊരിഞ്ഞിടണേ. നീ എൻ ബലവും എൻ സംഗീതവും, നിന്നിൽ പൂർണ്ണമായി ഞാൻ ചാരിടുന്നു. തിരുസവിധേ അണയുന്നു നാഥ, മധുരമാം തിരുവചനം നുകരാൻ. ഓളങ്ങൾ
കരുതിടണേ. ഓളങ്ങളാൽ മനം ഉഴറിടുമ്പോൾ കനിവിൻ്റെ നാഥ കരുതിടണേ. പാപത്തിൻ തിരകളിൽ ഉലയുമ്പോൾ തോണിയ കരങ്ങളിൽ താങ്ങിടണേ. നീ ബലവും ഇൻ സംഗീതവും നിന്നിൽ പൂർണ്ണമായി ഞാൻ ചാരിടുന്നു. തിരുസവിധി അണയുന്നു നാഥ മധുരമാം തിരുവചനം നുകരാൻ നിറയ്ക്കണേ. ഞങ്ങളിൽ ദിവ്യ ചൈതന്യം തെളിയണേ. പരിശുദ്ധാത്മരൂപം തിരുസവിധി അണയുന്നു നാഥ മധുരമാം തിരുവചനം നുകരാൻ. സമയപരിമിതി മൂലം കലാമേളയുടെ സമ്മാനങ്ങൾ എല്ലാവരുടേതും ഒന്നിച്ച് നൽകുകയാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ കലാമേളയിൽ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവർക്കുള്ള സമ്മാനം ഇപ്പോൾ നൽകുകയാണ്. സാധാരണയായി ഈ വേദിയിലാണ് മത്സര വിജയികൾക്കുള്ള എല്ലാ സമ്മാനങ്ങളും നൽകുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ സമയം ഏറെ ദീർഘിച്ചിരിക്കുന്നു. അതിനാൽ ഓവറോൾ നേടിയിട്ടുള്ള ടീമിനും റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ടീമിനും മാത്രം ഇവിടെ വെച്ച് ട്രോഫിയും നൽകുന്നു. മറ്റുള്ളവർക്കുള്ള സർട്ടിഫിക്കറ്റും മറ്റ് ഉപഹാരങ്ങളും ഇവിടെ വെച്ച് തന്നെ നൽകുന്നതാണ്. ഹയർ സെക്കൻഡറി നിലയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നത് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂൾ തുമ്പമാണ്. 2-ാം സ്ഥാനം നേടിയിരിക്കുന്നത് MGSSS തുമ്പമൺ ആണ്. അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. MGHSS തുമ്പമൺ കോളേജ് ലെവൽ കലാമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പായി നേടിയിരിക്കുന്നത് പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ്. 2-ാം സ്ഥാനം നേടിയിരിക്കുന്നത് MBC പീരുമേട്. MGOCSMന്റെ മുൻ പ്രസിഡന്റായ മാർ യൗസേബിയോസ് മെമ്മോറിയൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് MGOCSM ട്രിവാൻഡ്രം സംഘടിപ്പിച്ച ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൻ്റെ മത്സരത്തിൽ വിജയികളായിരിക്കുന്നത് മാർ ബെസേലിയോസ് കോളേജ് കോട്ടയം. റണ്ണേഴ്സ് അപ്പ് ആയിരിക്കുന്നത് MGOCSM ട്രിവാൻഡ്രം യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ്. ജിബിൻ ആൻഡ് ടീം. സീനിയർ ലെവലിൽ സമ്മാനത്തിന് അർഹരായ ട്രിവാൻഡ്രം യൂണിറ്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് MGOCSM കോട്ടയം യൂണിറ്റാണ്. അടുത്തതായി MGOCSMന്റെ സജീവ പ്രവർത്തനം ഇപ്പോൾ പരുമല ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ ഡയറക്ടറും ആയ ബഹുമാനപ്പെട്ട ഷൈൻ വി മാത്യു അച്ഛനും സഹധർമ്മിണി പന്തളം ജോസ്കോ നഴ്സിംഗ് കോളേജ് പ്രൊഫസറും ലൈറ്റ് നഴ്സിംഗ് കോളേജിൻ്റെ ബെസ്റ്റ് പ്രൊഫസർ അവാർഡ് ജേതാവുമായ പ്രൊഫസർ സിനി ഷൈനും അവരുടെ അധ്യാപക ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് നഴ്സിംഗ് സ്റ്റുഡൻസിനായി എഴുതിയ പിരാസ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ടെക്സ്റ്റ് ബുക്ക് ഓഫ് സൈക്കോളജി ഫോർ നഴ്സസ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തുകയാണ്. പരിശുദ്ധ ബാബാ തിരുമയുടെ അനുവാദത്തോടുകൂടി
ഈ പുസ്തകം പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട ബെന്യാമീനോട് അപേക്ഷിക്കുന്നു. ബെന്യാമീൻ അഭിമന്യ ജോസഫ് ശമയ കോർപ്പിസ്കോപ്പായ്ക്ക് നൽകി അത് നിർവഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കലാമേളയുടെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ നൽകുകയാണ് ബഹുമാനപ്പെട്ട കർഗിൽ കോർപ്പിസ്കോപ്പാച്ചൻ. അതിനായി ടീമുകളെല്ലാം എത്രയും വേഗം മുമ്പോട്ട് കടന്നു വരണമെന്ന് അപേക്ഷിക്കുകയാണ്. കോളേജ് ലെവൽ കലാമത്സരത്തിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. സോളോ സോങ് ബോയ്സ് ഏബൽ ജോർജ് MBC പീരിമേഡ്. സെക്കൻഡ് സഞ്ജു സെൻറ്റ് ജോർജ് കൊട്ടാരക്കര. തേർഡ് TG തോമസ് സെൻറ്റ് തോമസ് തുമ്പമൺ. സോളോ സോങ് ഗേൾസ് ലയ മറിയം സെൻറ്റ് സിറിൽസ് അടൂർ. രണ്ടാമതായി രേഷ്മ മറിയം റിജി സെൻറ്റ് ബേസിൽ കോളേജ്. മൂന്നാം സ്ഥാനം ഫ്ലോറിഡ വർഗീസ് സെൻറ്റ് തോമസ് തുമ്പമൺ. മലയാളം എലക്യൂഷൻ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് സഫിയ വർഗീസ് MBC പീരിമേഡ്. സെക്കൻഡ് സനി തോമസ് സെൻറ്റ് മുൽക്ക് കാവുംഭാഗം. ലിറ്ററേച്ചർ മ്യൂസിക്കിന് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് സെൻറ്റ് ബേസിൽ കോളേജ്, സെൻറ്റ് ബേസിൽ കാതോലിക്കേറ്റ് കോളേജാണ്. ലീഡർ മുമ്പോട്ട് കടന്നു വന്ന് സമ്മാനം മേടിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാം സ്ഥാനം MBC പീരിമേഡ്. ലിറ്ററേച്ചർ മ്യൂസിക് സെക്കൻഡ്, MBC പീരിമേഡ്. ഗ്രൂപ്പ് സോങ് ഫസ്റ്റ്, സെൻറ്റ് ബേസിൽ കാതോലിക്കേറ്റ് കോളേജ്.